മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുന്നു. പാലക്കാട് കാർ പൊട്ടിത്തെറിച്ച് പരിക്കേറ്റ 2 കുട്ടികൾ മരിച്ചു. 4 വയസ്സുകാരി എമിലീന മരിയ മാർട്ടിൻ, 6 വയസ്സുകാരൻ ആൽഫ്രഡ് എന്നിവരാണ് മരിച്ചത്. എമിലീനയ്ക്ക് 60% പൊള്ളലേറ്റിരുന്നു. എറണാകുളം മെഡിക്കൽ സെന്ററിൽ ചികിത്സയിരിക്കെയാണ് മരണം. പരിക്കേറ്റ അമ്മയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. വിവരങ്ങളുമായി വിനയ രാജി ചെയ്യുന്നുണ്ട്. വിനയ, വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ. അതിന് കഴിഞ്ഞ ദിവസം വൈകിട്ട് 5 മണിയോടെയായിരുന്നു ഈ ഒരു അപകടം പാലക്കാട് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് എമിലീനയും കൂടാതെ എമിലീനയുടെ 3 മക്കൾക്കുമാണ് ഈ അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ടായിരുന്നത്. ഈ കാർ പൊട്ടിത്തെറിച്ചുള്ള ഒരു അപകടമായിരുന്നു. അതിനുശേഷമാണ് വിദഗ്ധ ചികിത്സയ്ക്കായി എറണാകുളം മെഡിക്കൽ സെന്ററിലേക്ക് അതായത് ഇവരെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അതിലാണിപ്പോൾ 2 കുട്ടികളുടെ മരണം സംഭവിച്ചിരിക്കുന്നത്. 4 വയസ്സുകാരിയായിട്ടുള്ള എമിലീന, അതായത് 4 വയസ്സുകാരിയാണ്. ഏകദേശം 2:20 ഈ കുട്ടിയുടെ മരണം സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. 60%-ലേറെ പൊള്ളലുണ്ടായിരുന്നു. ഇപ്പോൾ മരിച്ച 2 കുട്ടികൾക്കാണെങ്കിലും 60%-ലേറെ പൊള്ളലുണ്ടായിരുന്നു. പിന്നെ മരിച്ചിരിക്കുന്നത് 6 വയസ്സുകാരനായിട്ടുള്ള ആൽഫ്രഡ് ആണ് മരിച്ചിരിക്കുന്നത്. 2 കുട്ടികൾക്കും ഏകദേശം 60%-ലേറെ പൊള്ളലേറ്റിട്ടുണ്ടായിരുന്നു. വിദഗ്ധ ചികിത്സയ്ക്കായിട്ടായിരുന്നു പാലക്കാട് നിന്നും എറണാകുളം മെഡിക്കൽ സെന്റർ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഇവരുടെ അമ്മ നിലവിൽ ഇപ്പോഴും ചികിത്സയിൽ തന്നെ തുടരുകയാണ്. കഴിഞ്ഞ ദിവസമായിരുന്നു ഈ ഒരു അപകടം പാലക്കാട് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. ഷോർട്ട് സർക്യൂട്ട് ആയിരുന്നു ഈ അപകടത്തിന് കാരണമെന്നാണ് നിലവിൽ കണ്ടെത്തിയിരിക്കുന്ന പ്രാഥമിക ഒരു വിവരം എന്ന് പറയുന്നത്. കാറ് പൊട്ടിത്തെറിച്ചാണ് ഈ ഒരു അപകടം ഉണ്ടായത്. തുടർന്ന് ഈ കുട്ടികളെയും അമ്മയെയും പാലക്കാട് ഒരു ആശുപത്രിയിൽ പ്രവേശിച്ചെങ്കിലും പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായിട്ടാണ് എറണാകുളം മെഡിക്കൽ സെന്റർ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. തുടർന്ന് നിലവിൽ ചികിത്സയിൽ തുടരുകയായിരുന്നു. ഈ ചികിത്സയിൽ തുടരുകയാണ് ഇന്ന് ഉച്ചയോടെ ഇവരുടെ മരണം സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. ഏകദേശം 2:20 4 വയസ്സുകാരിയായിട്ടുള്ള എമിലീനയുടെ മരണം സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഒരു 3:30 രണ്ടാമത്തെ 6 വയസ്സുകാരൻ്റെ ആൽഫ്രഡിൻ്റെ മരണവും സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ കുട്ടികൾ മരിച്ച വിവരം ഇതുവരെയും അമ്മ അറിഞ്ഞിട്ടില്ല എന്നത് തന്നെയാണ്. അമ്മ നിലവിലും ഇപ്പോഴും ചികിത്സയിൽ തന്നെ തുടരുകയാണ്. ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തന്നെ എറണാകുളം മെഡിക്കൽ സെന്റർ ആശുപത്രിയിൽ ചികിത്സയിൽ തന്നെ തുടരുകയാണ്. കൂടാതെ തന്നെ മൂത്ത ഒരു കുട്ടിയുണ്ട്. ഇവരുടെ മൂത്ത കുട്ടി 10 വയസ്സ് മൂത്തൊരു കുട്ടിയുണ്ട്. ആ കുട്ടിയാണെങ്കിലും ഇപ്പോൾ ചികിത്സയിൽ തന്നെ തുടരുകയാണ്. കഴിഞ്ഞ ദിവസമായിരുന്നു ഈ ഒരു ദാരുണമായിട്ടുള്ള അപകടം നടന്നിട്ടുണ്ടായിരുന്നത്. ഈ കുട്ടി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കാറ് പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിൽ പൊള്ളലേൽക്കുകയായിരുന്നു. ഏകദേശം 60%-ലേറെ പൊള്ളലേറ്റിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് പിന്നീട് ആശുപത്രിയിലേക്കും മറ്റും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ കുട്ടികളുടെ മരണം സംഭവിച്ചിരിക്കുകയാണെന്നതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള ഒരു വിവരം എന്ന് പറയുന്നത്. ഒരു പക്ഷേ ഈ ചികിത്സയിൽ തുടരുമ്പോഴും ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്നൊരു പ്രതീക്ഷ ഇവർക്കുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം തന്നെ ഇപ്പോൾ താളം തെറ്റിക്കുന്ന അല്ലെങ്കിൽ മായുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. 2 കുട്ടികളുടെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. അമ്മ നിലവിൽ ഇപ്പോഴും ആശുപത്രിയിൽ തന്നെ ചികിത്സയിൽ തുടരുകയാണ്. മൂത്ത മകളാണെങ്കിലും ഇപ്പോഴും ചികിത്സയിൽ തന്നെ നിലവിൽ തുടരുകയാണ്. അമ്മയുടെ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുകയാണെന്നാണ് ഡോക്ടർമാരടക്കം വ്യക്തമാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു അപകടം നടന്നിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം പാലക്കാട് വൈകുന്നേരം 5 മണിയോടെയായിരുന്നു ഈ ഒരു അപകടം നടന്നിട്ടുണ്ടായിരുന്നത്. അതിനുശേഷമായിരുന്നു പിന്നീട് ഇവരെ ഈ എറണാകുളത്തുള്ള ആശുപത്രിയിലേക്കും മറ്റും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അതിൽ മൂവരുടെയും ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുകയായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ മരണം സംഭവിച്ചിരിക്കുന്നത് എന്നതാണ് മനസ്സിലാക്കുന്നത്. 1 മാസം മുൻപായിരുന്നു ഇവരുടെ പിതാവും മരണപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്നും കര കയറുന്ന ഒരു അല്ലെങ്കിൽ കര കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ദാരുണമായിട്ടുള്ള സംഭവവും നടന്നിരിക്കുന്നത്. ശരി വിനയ, പാലക്കാട് കാർ പൊട്ടിത്തെറിച്ച് പരിക്കേറ്റ 2 കുട്ടികൾ മരിച്ചു. 4 വയസ്സുകാരി എമിലീന മരിയ മാർട്ടിൻ, 6 വയസ്സുകാരൻ ആൽഫ്രഡ് എന്നിവരാണ് മരിച്ചത്. എമിലീനയ്ക്ക് 60% പൊള്ളലേറ്റിരുന്നു. എറണാകുളം മെഡിക്കൽ സെന്ററിൽ ചികിത്സയിരിക്കെയാണ് മരണം. പരിക്കേറ്റ അമ്മയുടെ ആരോഗ്യനില ഇപ്പോഴും ഗുരുതരമായി തുടരുകയാണ്. കേരള വിഷൻ ന്യൂസ് എക്സ്ക്ലൂസീവ്. മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ BJP രാജ്യസഭയിലേക്ക് പരിഗണിക്കുന്നു. ഉത്തരേന്ത്യയിലെ രാജ്യസഭാ സീറ്റിൽ നിന്ന് MP ആക്കാനാണ് നീക്കം. കേരള BJPയിലെ വിഭാഗീയ പ്രശ്നം പരിഹരിക്കാനാണ് ഈ ഫോർമുല. കേരള വിഷൻ ന്യൂസ് കോഴിക്കോട് ബ്യൂറോ ചീഫ് റിയാസ് KMR തയ്യാറാക്കിയ വാർത്ത കാണാം.
കേരള BJP-യിൽ നിലനിൽക്കുന്ന അപരിഹാര്യമായ വിഭാഗീയത എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാനാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ നീക്കം. പുതിയ പുനഃസംഘടനയിൽ അസംതൃപ്തരായ കെ സുരേന്ദ്ര, വി മുരളീധര പക്ഷത്തിന്റെ പിണക്കം അവസാനിപ്പിക്കാൻ പുതിയ ഫോർമുലയാണ് രൂപപ്പെടുത്തിയിട്ടുള്ളത്. അതിന്റെ ഭാഗമായി കെ സുരേന്ദ്രനെ രാജ്യസഭയിലേക്ക് പരിഗണിക്കാനാണ് BJP കേന്ദ്ര